ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷൻ 6.2 ആണ്. ആംഗിൾ ആൻഡ് ഓർത്തോഗണാലിറ്റി ഇൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസസ്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണ്. അപ്പോൾ അവിടെ നിന്ന് ആംഗിൾ കാണാൻ അറിയാം, ഫോർമുലയൊക്കെ അറിയാം. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് വെക്ടർ സ്പേസ് രണ്ട് വെക്ടേഴ്സ് എടുത്താൽ യു ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് യു മോഡ് ബിക്ക് പകരം ഇവിടെ നോമാണ്, നോം യു നോം വി കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ കാണാനുള്ള ഫോർമുല യു ഡോട്ട് വി എന്നുള്ളത് ഇന്നർ പ്രോഡക്റ്റ് യു വി എന്നാക്കി മാറ്റും. അപ്പോൾ കോസ് തീറ്റ ഇന്നർ പ്രോഡക്റ്റ് യു വി ഡിവൈഡ് ബൈ നോം യു നോം ബി ആണ്. തീറ്റ കോസ് ഇൻവേഴ്സ് ഇന്നർ പ്രോഡക്റ്റ് യു വി ഡിവൈഡ് ബൈ നോം യു നോം ബി ആണ്. ആ കിട്ടുന്ന തീറ്റയുടെ വില 0 പൈക്ക് ഇടയിലായിരിക്കണം. ഓർത്തോഗണാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് യു ആൻഡ് വി ആർ ഓർത്തോഗണൽ എന്ന് പറയണമെങ്കിൽ അവയുടെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, വളരെ എളുപ്പമാണ്. പിന്നെ വെയ്റ്റഡ് യൂക്ലീഡിയൻ ഇന്നർ പ്രോഡക്റ്റ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് രണ്ട് വെക്ടേഴ്സിന്. അത് വെച്ചിട്ട് നമ്മൾ ഡി യു വി ഫോർ രണ്ട് വെക്ടേഴ്സ് കാണുന്ന ഒരു പ്രോബ്ലമാണ് വെയ്റ്റഡ് ഇന്നർ പ്രോഡക്റ്റ് വെച്ചിട്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന പ്രോബ്ലംസാണ്. അടുത്ത പ്രോബ്ലം അങ്ങനെ തന്നെ പോളിനോമിയൽസിന് വെച്ചിട്ട് നമ്മൾ -1 ഒരു ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് അല്ല, അത് വേറെയാണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷനായിട്ട് എടുത്തിട്ട് ഇന്നർ പ്രോഡക്റ്റ് പി ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ -1 to 1 പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് പി എക്സും ക്യൂ എക്സ് സ്ക്വയർ ആണെങ്കിൽ നോം പിയും നോം ക്യൂവും അതുപോലെ ഇന്നർ പ്രോഡക്റ്റ് പി ക്യൂവും കാണുന്ന ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ ആൻസർ നമുക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞുണ്ട്. യു വി രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അവിടെ ഇന്നർ പ്രോഡക്റ്റിൻ്റെ മോഡുലസ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം യു ഇൻറ്റു നോം വി എന്നുള്ള റിസൾട്ടാണ്. പിന്നെ ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി അറിയാം. യു വി ഡബ്ല്യു വെക്ടേഴ്സ് ആണെങ്കിൽ നോം യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ നോം യു പ്ലസ് നോം വി. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി ലെസ് ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ഡബ്ല്യു ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡബ്ല്യു വി എന്ന് പറഞ്ഞാൽ സാധാരണ ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റീസ് ആണ്. പിന്നെ ഒരു പൈത്തഗോറസ് തിയറം ഉണ്ട്. യു ആൻഡ് വി ആർ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഇന്നർ പ്രോഡക്റ്റ് യു വി 0 ആണെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് യു പ്ലസ് വി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോം യു സ്ക്വയർ പ്ലസ് നോം വി സ്ക്വയർ. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യു വി ഓർത്തോഗണൽ ആയതുകൊണ്ട് നമുക്ക് നോം യു വി 0 എന്ന് എടുക്കാം. പിന്നെ നോം യു പ്ലസ് വി ഓൾ സ്ക്വയർ, നോം എപ്പോഴും എന്താണ്, അത് അതിനോട് തന്നെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തിട്ട് റൂട്ട് എടുക്കുകയാണ് നോം എന്ന്. അപ്പോൾ നോമിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഒഴിവാകും, അത് അതിനോട് തന്നെ ഇന്നർ പ്രോഡക്റ്റ് എടുക്കും. അപ്പോൾ അഡിറ്റിവിറ്റി പ്രകാരം യു യുവിനോട് ഇന്നർ പ്രോഡക്റ്റ് യു വിനോട് എടുക്കുക, വി യുവിനോട് എടുക്കുക, വി വിനോട് ഇങ്ങനെ നാളിന് വരും. പക്ഷേ യു വിയും വി യു ഈക്വൽ ആണെന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഈ വി യുവിന് വരെ യു വി തന്നെ ഇടുക. അപ്പോൾ രണ്ട് പ്രാവശ്യം ഇത് വന്ന് ഇത് നോം യു യു എന്താ, അല്ല ഇന്നർ പ്രോഡക്റ്റ് യു യു എന്താ നോം യു സ്ക്വയർ ആണ്, ഇന്നർ പ്രോഡക്റ്റ് വി വി നോം വി സ്ക്വയർ ആണ്. പക്ഷെ ഇത് 0 ആണ്. അപ്പോൾ അത് നോം യു സ്ക്വയർ പ്ലസ് നോം വി സ്ക്വയർ എന്ന് ആൻസറായി. ശരി, അപ്പോൾ ഇത് എളുപ്പമാണ്. ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു എന്ന് പറഞ്ഞ സബ് സ്പേസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ വെക്ടേഴ്സിനോട് പെർപെൻഡിക്കുലർ ആവുന്ന വെക്ടേഴ്സാണ് ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ഓഫ് ഡബ്ല്യു എന്ന് പറയുക. അതിന് ഡബ്ല്യു പെർപെൻഡിക്കുലർ എന്നുള്ള ചിഹ്നോട്, അതും വിൻ്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്ലെയിൻ എടുക്കുക. ഒരു പ്ലെയിനിലുള്ള ഏത് വെക്ടർ വരഞ്ഞാലും, ഇപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ ഏതൊരു വെക്ടർ വരഞ്ഞാലും അത് സെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എക്സ് വൈ പ്ലെയിന് ഡബ്ല്യു എന്ന് വിചാരിച്ചോളൂ സപ്പോസ്. അപ്പോൾ ഈ സെഡ് ആക്സിസ് എന്താ, അതിന് എല്ലാ വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ. എവിടെയുള്ള ഡബ്ല്യൂയിലുള്ള അല്ലെ എക്സ് വൈ പ്ലെയിനിലുള്ള എല്ലാ വെക്ടേഴ്സിനും ഏത് വര വരഞ്ഞാലും എക്സ് വൈ പ്ലെയിനിൽ ഏതൊരു വര ഇട്ടാലും അത് സെഡ് ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എത്ര വെക്ടേഴ്സ് ഉണ്ട് അതൊക്കെ എടുത്താൽ അങ്ങനെ കിട്ടുന്നതാണ് ഡബ്ല്യു പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അത് സബ് സ്പേസ് ഓഫ് വി ആയിരിക്കും. പിന്നെ ഡബ്ല്യുവും ഡബ്ല്യു പെർപെൻഡിക്കുലർ രണ്ട് സ്പേസിന് ഇൻ്റർസെക്ഷനിൽ 0 മാത്രമേ ഉണ്ടാവും. പിന്നെ ഡബ്ല്യു പെർപെൻഡിക്കുലറിൻ്റെ പെർപെൻഡിക്കുലർ സ്പേസ് ഡബ്ല്യു തന്നെ ആയിരിക്കും വീണ്ടും. ഇനി ഇവിടെ എങ്ങനെയാണ് ബേസിസ് കണ്ടുപിടിക്കുക? ഡബ്ല്യു പെർപെൻഡിക്കുലർ ഒരു സബ് സ്പേസ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊരു ബേസിസ് ഉണ്ടാവില്ലേ? ആ ബേസിസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഡബ്ല്യു ഇസ് എ സബ് സ്പേസ് ഓഫ് വി എന്ന് വിചാരിക്കുക. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി n ആണ്, അതുകൊണ്ട് ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ അതിൽ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസ് നമ്മൾ W1 W2 WM എന്ന് എടുത്താൽ എമ്മിൻ്റെ വാല്യൂ n-നേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കും. m ലെസ് ദാൻ ഓർ ഈക്വൽ n ആയിരിക്കും. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? റോ സ്പേസ് ഓഫ് എ. എങ്ങനെയാണ് എ ഉണ്ടാക്കേണ്ടത്? ഈ പറഞ്ഞ വെക്ടേഴ്സ്, അതായത് ബേസിസ് വെക്ടേഴ്സ് റോസ് ആയിട്ട് എടുത്തിട്ട് W1 W2 WM എന്ന് പറഞ്ഞ ബേസിസ് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ആരെ ഡബ്ല്യുവിൻ്റെ ബേസിസ് എലമെൻറ്റ്സ്, അത് ഓരോ റോയിലിട്ടിട്ട് അപ്പോൾ എം റോസും ഉണ്ടാവും, എം റോസും n കോളംസും ആയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവുക ഡബ്ല്യു എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റോ സ്പേസ് ഓഫ് എ ആയിരിക്കും. എ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്ന മെട്രിക്സിൻ്റെ റോ സ്പേസ് ആയിരിക്കും ഡബ്ല്യു എന്ന് പറഞ്ഞാൽ.
മനസ്സിലായില്ല? അപ്പോൾ ബേസിസ് ഉപയോഗിച്ചിട്ട് ഒരു സബ് സ്പേസിൻ്റെ ബേസിസ് കിട്ടിയാൽ ആ ബേസിസ് ഉപയോഗിച്ചൊരു മെട്രിക്സ് ഉണ്ടാക്കാം. ആ ബേസിസ് ഒക്കെ റോ ആയിട്ട് എടുത്തിട്ട് മെട്രിക്സ് ഉണ്ടാക്കാം. ആ മെട്രിക്സിൻ്റെ റോ സ്പേസ് ആണ് ഡബ്ല്യു. റോ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മെട്രിക്സിൻ്റെ റോ സ്പേസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ റോ എച്ച്ലോൺ ഫോമിലേക്ക് മാറ്റിയിട്ട് നോൺ സീറോ റോസ് എടുത്താൽ മതി. നോൺ സീറോ റോസ് എടുക്കുക, അത് ഓരോന്നും എന്തായിരിക്കും ബേസിസ് ആയിരിക്കും നോൺ സീറോ റോസ്. അങ്ങനെ എത്ര ഉണ്ട് നോക്കിയിട്ട് നമ്മൾ ബേസിസിൻ്റെ ഡയമെൻഷൻ പറയാൻ പറ്റും. ഡബ്ല്യു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അപ്പം നൾ സ്പേസ് ആയിരിക്കും, അതേ മെട്രിക്സിൻ്റെ നൾ സ്പേസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡബ്ല്യു പെർപെൻഡിക്കുലർ ബേസിസ് എങ്ങനെ കിട്ടും? നൾ സ്പേസിൻ്റെ ബേസിസ് കാണാൻ. നൾ സ്പേസിൻ്റെ ബേസിസ് കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെയൊക്കെ പഠിച്ചാലേ. അപ്പോൾ അതിനുള്ളൊരു ഒരു പ്രോബ്ലമാണ് ഡബ്ല്യു ബി ദ സബ് സ്പേസ് ഓഫ് R⁶ സ്പാൻഡ് ബൈ W1, W2, W3 4 വെക്ടേഴ്സ് കൊണ്ട് സ്പാൻ ചെയ്യുന്ന W എന്ന് പറഞ്ഞ സബ് സ്പേസാണ്. അപ്പോൾ നമ്മൾ ഡബ്ല്യു പെർപെൻഡിക്കുലറിന് ബേസിസ് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ പ്രോബ്ലം. ഡബ്ല്യു പെർപെൻഡിക്കുലറിനൊരു ബേസിസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് സ്പാൻ ചെയ്യുന്നേ പറയുന്നുള്ളൂ, ബേസിസാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഡയമെൻഷൻ 4 ആവണമെന്നൊന്നുമില്ല ഡബ്ല്യുവിൻ്റെ. ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യുന്ന 4 വെക്ടേഴ്സ് ഇവിടെ പറഞ്ഞല്ലോ, W1, W2, W3, W4. എനിക്ക് തോന്നുന്നു അത് 4 റോ ആയിട്ട് എടുത്തിട്ട് മെട്രിക്സ് അങ്ങ് ഉണ്ടാക്കുക ആദ്യം. ഡെഫിനിഷൻ പ്രകാരം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോ സ്പേസ് ഓഫ് എ ആയിരിക്കും. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ W1, W2, W3, W4 റോസ് ആയിട്ട് എടുത്തൊരു മെട്രിക്സ് ആണ് എ. അതിനെ നമ്മൾ റെഡ്യൂസ്ഡ് റോ എച്ച്ലോൺ ഫോമിലേക്ക് മാറ്റണം. അതിനുള്ള പ്രൊസീജിയറാണ് ഇവിടെ കാണിച്ചത്. ലീഡിങ് 1ഉം അത് നിൽക്കുന്ന ആ കോളത്തിലുള്ള ബാക്കിയെല്ലാം 0 ആക്കുന്ന പ്രൊസീജിയർ. അങ്ങനെ നമുക്ക് റെഡ്യൂസ്ഡ് റോ എച്ച്ലോൺ ഫോമിലേക്ക് ഇവിടെ എത്തി. അപ്പോൾ അവിടെ നമുക്ക് ലീഡിങ് വേരിയബിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 നിൽക്കുന്ന, അതായത് x1 ഫസ്റ്റ് കോളം, x3 തേർഡ് കോളം, പിന്നെ ലാസ്റ്റ് കോളം, ഇതാണ് ലീഡിങ് വേരിയബിൾ. ബാക്കി അപ്പോൾ x2, x4, x5 ഒക്കെ ഫ്രീ വേരിയബിളാണ്. അപ്പോൾ x = 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കാൻ ലാസ്റ്റ് മെട്രിക്സ് വെച്ച് x, അതാണ് x1, x2, x4, x5, x6 0, 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. 3 ഇക്വേഷൻ ഉണ്ടാവും. 3 ഇക്വേഷൻ ഉണ്ട്, 6 അൺനോൺസ് ഉണ്ട് ശരിക്കും. അതുകൊണ്ട് 6 - 3 കഴിച്ചിട്ട് ബാക്കി 3 ഫ്രീ വേരിയബിൾ ആയിരിക്കും. അതായത് x2, x4, x5 അല്ലേ, അതിനൊക്കെ ഫ്രീ വേരിയബിൾ കൊടുക്കുക. അപ്പോൾ x2-ന് s, x4-ന് t, x5-ന് r ഒക്കെ കൊടുക്കുക. എന്നിട്ട് ഈ ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ഇൻ ടേംസ് ഓഫ് s, t, r. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഇവിടെ വാല്യൂസ് ഉള്ളത്. ടിക്ക് ചെയ്തൊക്കെ ഈ സൊല്യൂഷൻസാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷനാണ് x = -3s - 4t - 2r. ആദ്യത്തത് അത് x1 ആണ്, x2 s ആണ്, x3 - 2t, x4 t, x5 r, x6 0. ഇവിടെ നിന്ന് എന്ത് വെച്ചാൽ s ഒക്കെ ഒരുമിച്ച് -3s s, പിന്നെ അടുത്തതിൽ 1 s ഇല്ല, 0, 0, 0 പ്ലസ് ടി ഒക്കെ ഒരുമിച്ച് -4t ഉണ്ട്, അടുത്തതിൽ t ഇല്ല 0, അടുത്തതിൽ -2t, അടുത്തതിൽ t r, അതിൽ 0, 0. പിന്നെ r ഉള്ളത് -2r ഉണ്ട്, അടുത്തതിൽ 0, അടുത്തതിൽ ഇല്ല, അടുത്തതിലും ഇല്ല, r പിന്നെ 5th-ലാണ് ഇത്, പിന്നെ 0. പിന്നെ ഇതിൽ നിൽക്കുക s പുറമെ എടുക്കുക, t പുറമെ എടുക്കുക, r പുറമെ എടുക്കുക. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി. ആ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി കിട്ടുന്ന 3 കോളംസ് ആണ് ബേസിസ്. അതാണ് ബേസിസ് വെക്ടേഴ്സ് ഫോർ ഡബ്ല്യു പെർപെൻഡിക്കുലർ, അതായത് നൾ സ്പേസിൻ്റെ ബേസിസ് അല്ലേ. എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ നൾ സ്പേസിൻ്റെ ബേസിസ് ആയിരിക്കും ഡബ്ല്യു പെർപെൻഡിക്കുലറിൻ്റെ ബേസിസ് വെക്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.